മാധ്യമപ്രവർത്തനം സത്യസന്ധമായിട്ടാണ് നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ അഫിഡവിറ്റ് എഴുതിയയാളെയോ അതിന്റെ വകുപ്പ് സെക്രട്ടറിയോ സർക്കാരിനെയോ വിളിച്ച് വിശദീകരണം ചോദിക്കണം. ആ വിശദീകരണം കേട്ട ശേഷം മാത്രമേ ഇന്ത്യയിൽ കേബിൾ TV നെറ്റ്വർക്ക്സ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ചാനലോ പത്രമോ പ്രവർത്തിക്കാവൂ. അതിനെയാണ് നമ്മൾ വാർത്ത എന്ന് വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ ക്രോസ് ചെക്കിംഗ് എന്ന് പറയുന്നത്. ഈ ക്രോസ് ചെക്കിംഗ് ഇല്ലാത്ത മാധ്യമ പ്രവർത്തനം ഇന്ത്യയിൽ അവസാനിപ്പിക്കണം. അതിനുവേണ്ടി നിയമമോ കോടതി കേസോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ക്രോസ് ചെക്കിംഗ് ഇല്ലാതെ എന്നെ പറ്റി ഒരു വാർത്ത കൈരളി TVക്ക് വന്നാൽ അതിന്റെ എഡിറ്ററോ അതിന്റെ റിപ്പോർട്ടറോ എന്നെ വിളിച്ച് ചോദിക്കാതെ അത് പ്രക്ഷേപണം ചെയ്താൽ ഈ ചാനലിന്റെ ലൈസൻസ് കട്ട് ചെയ്യുന്ന ഒരു നിയമം ഇന്ത്യയിൽ കൊണ്ടുവരണം. അല്ലാതെ നമുക്ക് ആളുകളുടെ വിളിച്ചിട്ട് കിട്ടിയില്ല, തീരെ അവൈലബിൾ അല്ല, ആൾ മുങ്ങി നടക്കുകയാണ്, ശരി, നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേർഷൻ എടുത്താൽ ഈ കാര്യം മനസ്സിലാവും. വിശദീകരിക്കാൻ അവസരം കൊടുക്കാതെ എന്താണിത് എന്ന് മനസ്സിലാക്കാതെ ഈ സ്തോപജനകമായ നുണപ്രചരണം അടിച്ചുവിടുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങളെ പറ്റിയുള്ള എൻ്റെ പരാതി. അത് ബോധപൂർവമാണെന്ന് വിശ്വസിക്കാനാണ് ഈ രണ്ട് ഉദാഹരണങ്ങൾ എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഗ്രാവിറ്റി, അതിനകത്ത് മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ കൂടി ഉണ്ടോ എന്ന് ഒരുപക്ഷെ അന്വേഷണത്തിൽ തെളിയേണ്ട ഒരു വിഷയമാണ്. ഏതായാലും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന ഈ കാര്യത്തിലുള്ള ഒരു എക്സ്ക്യൂസും ഞാൻ കൊടുക്കുന്നില്ല. കാരണം ഇത് നുണപ്രചരണമാണ് എന്ന് അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അത് അറിയാനുള്ള സാഹചര്യങ്ങൾ വേണ്ട എന്ന് വെച്ചുകൊണ്ടോ കൊടുത്തിട്ടുള്ള വാർത്തയാണ്. ഇതിനകത്ത് എക്സ്ക്യൂസ് ഇല്ല. ഇത് ചരിത്രപരമായി കേരളത്തോട് ചെയ്യുന്ന അവഗണനയാണ്. ഈ അവഗണന ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ശരി, നമുക്കിപ്പോൾ കൃത്യമായ കണക്കുകൾ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ കൊടുത്തു. ആ കൊടുത്തതിന് ശേഷവും കിട്ടുന്നില്ലാത്ത കണക്കുകൾക്ക് വേണ്ടി പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒറ്റക്കെട്ടായി നിൽക്കുമോ? ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം ശരത്തെ, കേരളത്തിലെ എത്ര MP-മാർ അവരുടെ MP ഫണ്ടിൽ നിന്ന് ഈ വയനാട്ടിലെ സാധാരണക്കാർക്ക്, ഇത് സർവ്വവും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് പണം കൊടുത്തു? ഒന്ന് അന്വേഷിച്ചു നോക്കുന്ന മറ്റൊരു വാർത്ത കിട്ടും നിങ്ങൾക്ക്. ഇതാണ് കേരളത്തിൻ്റെ ഈ രാഷ്ട്രീയം നമ്മളെ കൊണ്ട് എത്തിച്ചു നിൽക്കുന്നത്. നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ്, കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ് തമ്മിൽ തല്ലുമ്പോൾ കേന്ദ്ര സർക്കാർ ആന്ധ്രയ്ക്കും തെലുങ്കാനയ്ക്കും മറ്റ് സംസ്ഥാനങ്ങൾക്കും കോടിക്കണക്കിന് കൊടുക്കുന്ന പൈസ ചില്ലി കാശ് കൊടുക്കാതെ PM കെയർ എന്ന പേരിൽ തട്ടിപ്പ് നടത്തുന്ന കേന്ദ്ര സർക്കാരിനെതിരെ മിണ്ടാതെ മാധ്യമങ്ങൾ ഇവിടുത്തെ പെറ്റി ഇൻട്രസ്റ്റിന്റെ പുറകെ നിൽക്കുകയാണ്. പ്രതിപക്ഷവും അതിലാണ് എന്നുള്ളത് വലിയ സങ്കടകരമായ കാര്യമാണ്.